ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എയ്ലിൻ ലിബറോണ ഡയറക്റ്റ് ചെയ്ത കീപ്പേഴ്സ് ഓഫ് ദ വാട്ടർ എന്ന ഡോക്യുമെൻ്ററിയാണ്. ഈ ടോപ്പിക് ഇംഗ്ലീഷിൽ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. എല്ലാ റിലേറ്റഡ് വീഡിയോസിനെയും പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ എയ്ലിൻ ലിബറോണ കാനഡയിൽ ജനിച്ച മൾട്ടി ടാലന്റഡ് ആയ ഒരു സോഷ്യൽ വർക്കർ ആണ്. ഡാൻസറായി കരിയർ സ്റ്റാർട്ട് ചെയ്ത എയ്ലിൻ പിന്നീട് പല മൂവീസും ഡോക്യുമെന്ററീസും എഡിറ്റും ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ അറിയപ്പെടുന്ന വർക്ക്സ് 2009-ലെ ബിക്കമിങ്, 2007-ലെ ഫോളിംഗ്, 2014-ലെ ദ ഷിഫ്റ്റ് തുടങ്ങിയവയാണ്. വാണ്ടറിംഗ് ഐ പ്രൊഡക്ഷൻസ് ബിക്കമിങ് പ്രാക്സിസിന്റെ കോ ഫൗണ്ടർ കൂടിയാണ് എയ്ലിൻ. ആൽബർട്ട ടാർ സാൻഡ്സ് എന്ന ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന പൊല്യൂഷനെ കുറിച്ച് പറയുന്നതാണ് ഈ ഡോക്യുമെന്ററി. കാനഡയിലെ ഫോർട്ട് ചിപ്പ് എന്നറിയപ്പെടുന്ന ഫോർട്ട് ചിപ്പവാനിലെ നേറ്റീവ്സ് ആയ ഒരു കൂട്ടം കുട്ടികളുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഇതിൽ പറയുന്നു. കാനഡയിലെ ആ റീജിയനിൽ താമസിക്കുന്നവർ ഇൻഡിജിനസ് പീപ്പിൾ എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. 4 minutes 27 seconds നീളമുള്ള ഈ ഡോക്യുമെന്ററി പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുന്ന ഇൻഡിജിനസ് പീപ്പിൾ ഇന്നും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് എന്ന അവയർനെസ് ലോകത്തിലെ മെജോറിറ്റി ആൾക്കാരിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ളതാണ്. ആൽബർട്ട ടാർ സാൻഡ്സ് എന്നത് ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും ടോക്സിക് ആയ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ആണ്. ആൽബർട്ടയിലെ ഏറ്റവും വലിയ, ഏറ്റവും ഡെവലപ്ഡ് ആയ ഓയിൽ സാൻഡ് പ്രോജക്റ്റ് ആണ് ഇത്. ഇത് അത്തബാസ്ക ഡെപ്പോസിറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓയിൽ സാൻഡ് എന്ന് പറഞ്ഞാൽ സാൻഡ്, ക്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും മിനറൽസ്, വാട്ടർ, ബിറ്റുമൻ ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആണ്. ഇതിനെ ആദ്യം പ്രോസസ് ചെയ്ത് ബിറ്റുമൻ സെപ്പറേറ്റ് ആക്കും. പിന്നെ ബിറ്റുമനെ റിഫൈൻ ചെയ്തിട്ടാണ് ഗ്യാസലിൻ, ഡീസൽ പോലുള്ള പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഇനി ഓയിൽ സാൻഡ്സിന്റെ പ്രത്യേകത പറയാം. ഓയിലിന്റെ കൺവെൻഷണൽ ഡെപ്പോസിറ്റ്സ് ആൻഡ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഏതാണ്ട് 5 times കൂടുതൽ പൊല്യൂഷൻ, അതും മോസ്റ്റ്ലി ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ ഫ്രം ഓയിൽ സാൻഡ്സ് ഉണ്ടാക്കും. അത്തബാസ്ക ഡെപ്പോസിറ്റിൽ വന്ന ഓയിൽ കമ്പനീസ് അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ കാലാകാലങ്ങളായി താമസിക്കുന്ന നാടിനെ മൈനുകളാക്കി. അവർ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കിയത് അവിടുത്തെ ബോറിയൽ ഫോറസ്റ്റ്, വെറ്റ് ലാൻഡ്സ് എന്നിവയെ നശിപ്പിച്ചും വാട്ടർ വേസിനെ റീറൂട്ട് ചെയ്തുമാണ്. ആ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള ഹെവി മെറ്റൽസ് കാരണം ഗ്രൗണ്ട് വാട്ടറും നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ് എന്നിവ കൊണ്ട് എയറും പൊല്യൂട്ടഡ് ആണ്. അത്ര വേഗം വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്. കാരണം ഇവിടെ നിന്നുള്ള ഓയിലാണ് ആ രാജ്യത്തെ ടോപ്പ് എക്സ്പോർട്ട്. ആൽബർട്ട എന്ന പ്രൊവിൻസിന്റെ എക്കോണമിയുടെ 4/1 ഈ മേഖലയാണ്. കഷ്ടമെന്ന് പറയട്ടെ, ഫോർട്ട് ചിപ്പ് എന്ന സെറ്റിൽമെന്റ് ലിറ്ററലി ഈ ടാർ സാൻഡ്സിന്റെ ഡൗൺ സ്ട്രീമിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷനിൽ നിന്നും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അവർക്കാവില്ല. റെയർ ക്യാൻസർ കൊണ്ട് മരിക്കുന്ന മനുഷ്യർ, ആർസനിക് പോയിസണിംഗ് ബാധിച്ച ഫിഷ്, മൂസ് മീറ്റ് മുതലായ ഫുഡ്, ഇവയ്ക്കിടയിലെ നരകമാണ് അവിടുത്തുകാരുടെ ജീവിതം. കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം പോലും ഇല്ലാത്ത അവിടുത്തെ 10 മുതൽ 12 വരെ വയസ്സുള്ള ഒരു കൂട്ടം കുട്ടികളുടെ ഇനിഷ്യേറ്റീവിൽ ഒരു പ്രൊട്ടസ്റ്റ് വോയിസ് ആയി രൂപം കൊണ്ടതാണ് ഈ ഡോക്യുമെന്ററി. അവർ തങ്ങളുടെ വീടുകളിലെ കഥകൾ പറയുന്നു. ആ പൊല്യൂഷൻ അവരുടെ ഡെയിലി ലൈഫിനെയും ഹെൽത്തിനെയും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നും പറയുന്നു. ഇതൊരു അവയർനെസ് ആണ്. നമ്മൾ ജീവിക്കുമ്പോൾ ഇൻഡിജിനസ് പീപ്പിളിനെ പോലുള്ളവരുടെ ജീവിതങ്ങളിൽ കടന്നു കയറിക്കൊണ്ടാണ് എന്ന അവയർനെസ്. സർവൈവലിന് ഇക്കോണമി ആൻഡ് ഇക്കോളജി ബാലൻസ് ചെയ്യേണ്ടതുണ്ട് എന്ന അവയർനെസ്. ഒന്നിനെ നശിപ്പിക്കാതെ മറ്റൊന്നിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് ചെയ്താൽ പൊല്യൂഷൻ കുറയുമോ? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനാകുമോ? കാനഡയിലെ ഈ കഥ ഒരു എക്സാമ്പിൾ മാത്രം. ഇതുപോലെ എത്ര ഫോർട്ട് ചിപ്പ് എവിടെയെല്ലാം ഉണ്ടാകും. ഇത് നമ്മുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. വിത്ത് ദാറ്റ് ഈ ടോപ്പിക് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.